This assembly witnessed absurd theatrics in the morning from the Prime Minister of Pakistan, who once again glorified terrorism that is so central to their foreign policy. However, no ഐക്യരാഷ്ട്രസഭയിൽ ഭീകരതയെ മഹത്വവൽക്കരിച്ചതിന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനെ നിർത്തിപ്പൊരിച്ച പറ്റൽ ഗെഹ്ലോട്ട് ആരാണ്? പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ഭീകരതയെ മഹത്വവൽക്കരിക്കുന്നു എന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞ പറ്റൽ ഗെഹ്ലോട്ട് ആരോപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടത്തിയ പരാമർശങ്ങളെ അസംബന്ധ നാടകീയതയെന്ന് ഇന്ത്യ തള്ളിക്കളഞ്ഞു. മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇസ്ലാമാബാദ് വെടിനിർത്തലിനായി അഭ്യർത്ഥിച്ച രീതി അടിവരയിട്ടുകൊണ്ട് തീവ്രവാദം അവരുടെ വിദേശ നയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണെന്ന് ഗെഹ്ലോട്ട് പറഞ്ഞു. അവരുടെ മൂർച്ചയുള്ള ശാസന പ്രസംഗം ഇന്ത്യയിൽ വളരെ പ്രചാരം നേടി. While pretending to partner in the war against terrorism, its ministers have just recently acknowledged that they have been operating terrorist camps for decades. It should come as എന്നാൽ പറ്റൽ ഗെഹ്ലോട്ട് ആരാണ്? UNGAയുടെ 80ാമത് സെഷന്റെ പൊതു ചർച്ചയിൽ ഷെറീഫ് നടത്തിയ പ്രസംഗത്തിൽ ആണവായുധങ്ങളുള്ള രണ്ട് അയൽക്കാർ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കിയതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ചതിന് പിന്നാലെയാണ് വെള്ളിയാഴ്ച ഗെഹ്ലോട്ടിന്റെ പരാമർശം. പാകിസ്ഥാനെതിരായ രൂക്ഷമായ പ്രതികരണത്തിലൂടെ ഗെഹ്ലോട്ട് നാട്ടിൽ വാർത്തകളിൽ ഇടം നേടുമ്പോൾ അവർ ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയിലെ സ്ഥിരം ദൗത്യത്തിലെ ഫസ്റ്റ് സെക്രട്ടറിയാണ് പറ്റൽ ഗെഹ്ലോട്ട്. ഒരു നയതന്ത്രജ്ഞ എന്നതിലുപരി അവർ ഒരു ഭാഷാ വ്യാഖ്യാതാവും വിവർത്തകയുമാണ്. ന്യൂഡൽഹിയിൽ ജനിച്ച ഗെഹ്ലോട്ട് മുംബൈയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് രാഷ്ട്രമീമാംസ പഠിച്ചു. തുടർന്ന് ഡൽഹി സർവകലാശാലയിലെ ലേഡി ശ്രീറാം കോളേജ് ഫോർ വിമണിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി. 2015 ഇന്ത്യൻ വിദേശകാര്യ സർവീസ് IFSൽ ചേർന്ന ഗെഹ്ലോട്ട് അവരുടെ നയതന്ത്ര ജീവിതത്തിന് തുടക്കം കുറിച്ചു. 2020 മുതൽ 2023 വരെ യൂറോപ്യൻ വെസ്റ്റ് ഡിവിഷനിലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറിയായി അവർ ജോലി ചെയ്തു. പാരീസിലെ ഇന്ത്യൻ എംബസിയിൽ 3ാമത്തെയും 2ാമത്തെയും സെക്രട്ടറിയായും സാൻ ഫ്രാൻസിസ്കോയിലെ കോൺസുലേറ്റ് ജനറലിൽ കോൺസുലായും അവർ നിയമിതയായി. ഈ യുവ നയതന്ത്രജ്ഞ പിന്നീട് ഐക്യരാഷ്ട്രസഭയിലേക്ക് മാറി ആഗോളവേദിയിൽ ഇന്ത്യയുടെ ശബ്ദം ഉയർത്തിപ്പിടിച്ചു. ഗെഹ്ലോട്ടിന് സർഗാത്മകമായ വശവുമുണ്ട്. പ്രൊഫഷണൽ നേട്ടങ്ങൾക്കൊപ്പം പറ്റൽ ഒരു സംഗീതജ്ഞ കൂടിയാണ്. അവർ പലപ്പോഴും ഗിറ്റാർ വായിക്കുന്നതിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട്. പറ്റൽ ആലപിച്ച ബെല്ല സിയാവോ, ലോസ്റ്റ് ഓൺ യു, യേ ജവാനി ഹേ ദീവാനിയിലെ കബീര തുടങ്ങിയ ഗാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭയിൽ എന്താണ് പറഞ്ഞത്? വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ഈ വർഷം ആദ്യം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആക്രമണം തൻ്റെ രാജ്യം നേരിട്ടതായി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെ പരാമർശിച്ചുകൊണ്ടാണ് ഷഹബാസ് ഷെറീഫ് പറഞ്ഞത്. മെയ് മാസത്തിൽ 4 ദിവസത്തെ പോരാട്ടത്തിൽ പാകിസ്ഥാൻ 7 ഇന്ത്യൻ ജെറ്റുകൾ വെടിവെച്ചതായുള്ള നുണ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. എല്ലാ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളിലും ഇന്ത്യയുമായി സമഗ്രവും ഫലപ്രാപ്തിയുള്ളതുമായ ഒരു സംഭാഷണത്തിന് പാകിസ്ഥാൻ തയ്യാറാണ്. പ്രകോപനപരമായ നേതൃത്വമല്ല, മുൻകൈയെടുത്തുള്ള നേതൃത്വമാണ് ദക്ഷിണേഷ്യയ്ക്ക് വേണ്ടതെന്ന് UN പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഷെറീഫ് പറഞ്ഞു. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷത്തെ തടഞ്ഞതിന് ട്രംപിനെ പ്രശംസിച്ചുകൊണ്ട് ഷെറീഫ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ ധീരവും ദീർഘവീക്ഷണമുള്ളതുമെന്ന് വിശേഷിപ്പിച്ചു. ട്രംപ് സമയബന്ധിതമായും നിർണായകമായും ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പൂർണ്ണമായ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകുമായിരുന്നുവെന്നും അത് വിനാശകരമാകുമായിരുന്നുവെന്നും ഷഹബാസ് ഷെറീഫ് പറഞ്ഞു. നമ്മുടെ പ്രദേശത്ത് സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രസിഡന്റ് ട്രംപ് നൽകിയ അത്ഭുതകരവും മികച്ചതുമായ സംഭാവനകളെ അംഗീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ അദ്ദേഹത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നിർദ്ദേശം ചെയ്തു. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ കാര്യമാണിത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സമാധാന പ്രിയനാണെന്ന് ഞാൻ കരുതുന്നതായി ഷഹബാസ് ഷെറീഫ് പറഞ്ഞു. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിനൊപ്പം വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റിനെ സന്ദർശിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭയിൽ പ്രസ്താവന നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ ഷെറീഫ് പരാമർശിച്ചു. അതിനെ യുദ്ധസമാനമായ പ്രവൃത്തിയെന്ന് വിശേഷിപ്പിച്ചു. തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം കാശ്മീർ വിഷയവും ഉന്നയിച്ചു. പാകിസ്ഥാൻ ജനത കാശ്മീർ ജനതയ്ക്കൊപ്പം നിലകൊള്ളുന്നുവെന്നും ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ഒരു നിഷ്പക്ഷ ജനഹിത പരിശോധനയിലൂടെ കാശ്മീർ സ്വയം നിർണയത്തിനുള്ള മൗലിക അവകാശം നേടുമെന്നും ഷഹബാസ് ഷെറീഫ് പറഞ്ഞു.
പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ നയതന്ത്രജ്ഞർ എങ്ങനെയാണ് നേരിട്ടത്? ഷെറീഫിന്റെ ഐക്യരാഷ്ട്രസഭ പ്രസംഗത്തിനിടെ പറ്റേൽ ഗെഹ്ലോട്ട് ആഞ്ഞടിച്ചു. തീവ്രവാദം പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്ന് ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയുടെ മറുപടിക്കുള്ള അവകാശം അറിയിച്ചുകൊണ്ട് ഏപ്രിൽ 25-ന് UN സുരക്ഷാ കൗൺസിലിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകര സംഘടനയായ റെസിഡൻസ് ഫ്രണ്ടിനെ സംരക്ഷിച്ചു എന്ന് അവർ ഓർമ്മിപ്പിച്ചു. ഒരു തരത്തിലുമുള്ള നാടകീയതയ്ക്കും ഒരു തരത്തിലുമുള്ള നുണകൾക്കും വസ്തുതകൾ മറച്ചുവെക്കാൻ കഴിയില്ല. 2025 ഏപ്രിൽ 25-ന് UN സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകര സംഘടനയായ ദ റെസിഡന്റ് ഫ്രണ്ടിനെ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംരക്ഷിച്ചത് ഇതേ പാകിസ്ഥാനാണെന്ന് അവർ പറഞ്ഞു. ഭീകരതയെ വിന്യസിക്കുന്നതിലും കയറ്റുമതി ചെയ്യുന്നതിലും വളരെ കാലമായി മുഴുകിയിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നും ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ പങ്കാളിയാണെന്ന് നടിച്ചുകൊണ്ട് ഒരു ദശാബ്ദകാലം ഒസാമ ബിൻ ലാദന് അഭയം നൽകിയ ഒരു ദക്ഷിണേഷ്യൻ രാജ്യമാണെന്നും ഗെഹ്ലോട്ട് പാകിസ്ഥാനെ വിശേഷിപ്പിച്ചു. പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷിപരമായി പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയ അവർ മൂന്നാമത് കക്ഷിക്ക് ഇടമില്ലെന്ന് പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏതൊരു പ്രശ്നവും ഉഭയകക്ഷിപരമായി പരിഹരിക്കുമെന്ന് വളരെ കാലമായി സമ്മതിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു മൂന്നാം കക്ഷിക്കും ഇടമില്ല. ഇതാണ് ഞങ്ങളുടെ ദീർഘകാല ദേശീയ നിലപാടെന്ന് ഗെഹ്ലോട്ട് പറഞ്ഞു. മുൻകാലങ്ങളിലെന്ന പോലെ ഇന്ത്യയിലെ നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ഉത്തരവാദിയാണെന്നതാണ് സത്യം. അത്തരം പ്രവർത്തികൾക്കെതിരെ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശം ഞങ്ങൾ വിനിയോഗിക്കുകയും സംഘാടകരെയും കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇന്ത്യ തീവ്രവാദത്തോട് ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ലെന്ന് അടിവരയിട്ട് പറഞ്ഞു. ആണവ ഭീഷണിക്ക് വഴങ്ങാതെ ഇന്ത്യ തീവ്രവാദികളെയും അവരുടെ സ്പോൺസർമാരെയും മറുപടി നൽകുമെന്ന് ഗെഹ്ലോട്ട് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയുമായി സമാധാനം സ്ഥാപിക്കാനുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആഗ്രഹത്തോട് പ്രതികരിച്ചുകൊണ്ട് ഗെഹ്ലോട്ട് പറഞ്ഞു, അദ്ദേഹം ശരിക്കും ആത്മാർത്ഥതയുള്ള ആളാണെങ്കിൽ വഴി വ്യക്തമാണ്. പാകിസ്ഥാൻ ഉടൻ തന്നെ എല്ലാ തീവ്രവാദ ക്യാമ്പുകളും അടച്ചുപൂട്ടുകയും ഇന്ത്യ തിരയുന്ന തീവ്രവാദികളെ ഞങ്ങൾക്ക് കൈമാറുകയും വേണം.